ഗുഡ് മോർണിംഗ്. നമ്മൾ നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ ഒരു പുതിയ ഭാഗത്തിലേക്ക് പോവുകയാണ്. ഫൈൻഡിങ് ദ വാല്യൂസ് ഓഫ് എക്സ്പ്രഷൻ. നമ്മൾ ഇത്ര നേരം നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു, ടേംസ് കണ്ടുപിടിച്ചു, കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചു. ഇനി ഈ എക്സ്പ്രഷന് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. എങ്ങനെയാണ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്? ഒരു എക്സ്പ്രഷന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ? അതിന്റെ വേരിയബിൾസിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ ഓഫ് സ്ക്വയറിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എൽ സ്ക്വയർ. ഇവിടെ എൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ഇപ്പൊ ഈ ഒരു സ്ക്വയർ എടുത്താൽ ഇതിന്റെ വൺ സൈഡ് 2 ആണെങ്കിൽ എന്തായിരിക്കും? എല്ലിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 2 സ്ക്വയർ നിങ്ങൾ 4 എന്ന് പറയും. അതിന് പകരം ഇപ്പൊ നിങ്ങൾ വേറൊരു സ്ക്വയർ എടുത്തിട്ട് അതിന്റെ സൈഡ് 5 ആണെങ്കിലോ ഈ എല്ലിന്റെ സ്ഥാനത്ത് എന്താ എഴുതുന്നത്? 5 സ്ക്വയർ എന്നാണ് എഴുതുന്നത്. അപ്പം 25 എന്ന് വരും. അപ്പൊ മനസ്സിലായില്ലേ? അതായത് വേരിയബിളിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മുടെ എക്സ്പ്രഷന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതായത് വേരിയബിൾസിന് എത്രയാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്? 2 ആണോ 3 ആണോ എത്രയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ എക്സ്പ്രഷനിലല്ലേ വേരിയബിൾ ഒക്കെ വരുന്നത്. അപ്പൊ എക്സ്പ്രഷന്റെ വാല്യൂസും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഇതെല്ലാം വാല്യൂസ് 3-4 എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അപ്ലൈ ചെയ്തത് എക്സിന്റെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 4 അല്ല, 2 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഓരോ എക്സ്പ്രഷനും എടുത്ത് ചെയ്യാൻ പോവാണ്. ഇവിടെ എല്ലാം എക്സിന്റെ വാല്യൂ എത്ര കൊടുക്കും? 2 കൊടുക്കാം. ഫസ്റ്റ് എക്സ്പ്രഷൻ ഓരോന്നായിട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ എക്സസൈസ് ആണ് പുസ്തകത്തിലെ. എക്സ് പ്ലസ് 4 ഇതൊരു ഓൾജിബ്രാക് എക്സ്പ്രഷൻ ആണ്. 2 ടേം അല്ലെ? എക്സ് ഒരു ടേം, 4 ഒരു ടേം. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്നാ കൊടുക്കാനാ പറഞ്ഞേ? 2. എക്സിന്റെ സ്ഥാനത്ത് മാത്രം കൊടുക്കുക. അപ്പൊ ഞാൻ ഈ എക്സിന്റെ സ്ഥാനത്ത് 2 പ്ലസ് പിന്നെ എന്നാ കിടക്കുന്നേ? 4 പ്ലസ് 2 എത്രയാ? 6. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത നോക്കാം. 4x മൈനസ് 3. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്നാ കൊടുക്കാൻ പോണ? 2 കൊടുക്കാൻ പോണ. അപ്പൊ എഴുതിക്കേ 4x. 4x എന്ന് പറഞ്ഞാൽ 4 into x. 4 is multiplied with x. അപ്പൊ നമ്മള് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ 4 into 2 അത് ഒരു ടേം ആയതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു. മൈനസ് 3 is equal to 4 into 2 എത്രയാ? 8 മൈനസ് 3. 8 മൈനസ് 3 എത്രയാ? 5 അല്ലേ? ആൻസർ എത്രയാണ്? 5. നമുക്ക് തേർഡ് വൺ ചെയ്യാം. 19 മൈനസ് 5x സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ വാല്യൂസ് കൊടുക്കുവാണ്. 19 മൈനസ് 5 ഇൻറ്റു ഒരു ടേം ആയതുകൊണ്ട് ഒരുമിച്ച് ബ്രാക്കറ്റ് ഇടുന്നത് കേട്ടോ. എക്സിന്റെ സ്ഥാനത്ത് എത്ര കൊടുത്തു? 2. 2ന്റെ സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ? പവർ 2 ആണ്. അപ്പം 19 മൈനസ് ബ്രാക്കറ്റ് ഇവിടെ കിടക്കട്ടെ 5 ഇൻറ്റു 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നാണ്? 2 ഇൻറ്റു 2. 2 രണ്ട് പ്രാവശ്യം ഒന്ന്. അപ്പൊ 2 ഇൻറ്റു 2 എത്രയാണ്? 4 അല്ലെ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 എന്ന്, അതായത് 4. അപ്പൊ ഈ സ്ഥാനത്ത് എന്നായിട്ട് കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. മൾട്ടിപ്ലൈ ചെയ്തേ. ഇസ് ഈക്വൽ ടു 19 മൈനസ് 5 ഇൻറ്റു 4 20 അല്ലേ? ഇവിടെ നോക്ക്, 90 20 കുറയ്ക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കാം 20 എന്നല്ലേ 19 കുറയ്ക്കുന്നത്. എങ്ങനെ കുറയ്ക്കുന്നത്? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിനിയും ആദ്യം കിടക്കുന്നത് വലിയ സംഖ്യയോ ചെറിയ സംഖ്യയോ ഒന്നും നോക്കത്തില്ല. നമ്മൾ സൈൻ അനുസരിച്ചാണ് നമ്മൾ പ്ലസും മൈനസും ചെയ്യുന്നത്. 90ന്റെ സൈൻ എന്നാ? ഒന്നും കൊടുത്തില്ല, അതിനർത്ഥം പ്ലസ്. 20യുടെ സൈൻ എന്നാ? മൈനസ്. ഒരു പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്തിട്ട് മൈനസ് ചെയ്തേ 20 19 മൈനസ് ചെയ്യണം. എത്ര വരും? 1. ആറുടെ സൈൻ കൊടുക്കണം? വലിയ സംഖ്യ, വലിയ ആൾ 20 അല്ലേ? 20യുടെ കൂടെ കിടക്കുന്ന സൈൻ ആരാ? മൈനസ്. അത് കൊടുക്കുക, -1. മനസ്സിലായോ? ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ പ്ലസും മൈനസും വരുന്നത്? ഞാൻ അത് നിങ്ങൾ പറയാം. അത്രേ ഉള്ളൂ. പ്ലസും മൈനസും കൂടെ വന്നാൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ലാർജർ സൈൻ കൊടുക്കുക. ഇനി രണ്ടും മൈനസ് ആണെങ്കിലോ? 2 മൈനസ് വന്നാല് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പക്ഷെ സൈൻ എന്നായിരിക്കണം? സൈൻ മൈനസ് ആയിരിക്കണം. മനസ്സിലായോ? ഇനി 2 പ്ലസ് വന്നാൽ നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സൈൻ പ്ലസ് ആണ്, പ്രത്യേകിച്ച് ആവശ്യമില്ല. അത്രേ ഉള്ളൂ. പ്ലസ് മൈനസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ കൊടുക്കണം. 2 മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കണം. 2 പ്ലസ് വന്നാൽ ആഡ് ചെയ്യണം. ഇതൊന്ന് ഓർത്തിരിക്കണം. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മുടെ പഴയ കാൽക്കുലേഷൻ തന്നെയാണ്. വാല്യൂസ് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫോർത്ത് വൺ നോക്കാവേ. 100 മൈനസ് 10x ക്യൂബ്.
100 മൈനസ് എന്ത് കൊടുക്കാൻ പോവാണ് 10 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് ആര് കൊടുക്കും 2 ക്യൂബ് അല്ലേ ഇസ് ഈക്വൽ ടു 100 മൈനസ് 10 ഇൻറ്റു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ മക്കളെ ആ ഇൻറ്റു ചെയ്തേ 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 അപ്പൊ നമ്മളിവിടെ എന്നാ കൊടുക്കാൻ പോവാ 8 ഓക്കെ അപ്പൊ 100 മൈനസ് 10 ഇൻറ്റു 8 80 100 മൈനസ് 80 എത്രയാണ് 20 നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം എല്ലാ പ്ലസും മൈനസും ശ്രദ്ധിക്കേണ്ട പക്ഷെ ഒന്ന് നോക്കാം 100 പ്ലസ് 80 മൈനസ് ഒരു പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്യും 20 ആരുടെ സൈൻ വലുതാര 100 പ്ലസ് മനസ്സിലായില്ലേ സിമ്പിൾ അല്ലേ അപ്പൊ ഇത് നിങ്ങളുടെ എക്സസൈസ് ആണ് ക്വസ്റ്റ്യന് എല്ലാവരും ചെയ്ത് നോക്കുക ഇനി ബാക്കി എക്സസൈസ് ഒക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു